ജിൻസേച്ചി ഓമനിച്ചു ഈ ഓരോ അമ്മായിമ്മൻ മരുമകളാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജിൻസേച്ചി ഞങ്ങൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചു. ഇത് ശ്രുതി, അല്ല ശ്രുതിയാണ് കേട്ടോ. ദുബായിലാണ് താമസം. അപ്പോൾ നാട്ടിൽ ലീവ് വന്നിട്ടുണ്ട്. ഇതിരിക്കുന്നുണ്ട്, ഇതാണ് ആലോചിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു യോയോ ബന്ധമാണ് കേട്ടോ. ഞങ്ങൾ പരസ്പരം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പെട്ടെന്ന് അത് കത്തും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. വിശന്ന് കുടൽ കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓമനിച്ചു എന്ന് പറയുന്നത് അവിടെ സ്ഥലമുണ്ട് ഭക്ഷണം കഴിക്കാൻ വരാൻ. ഞങ്ങളപ്പോഴേക്കും വേഗം വീടൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിൽ കയറി വേറെ ഒന്നുമില്ല, കുറച്ച് ഓവറാക്കാനാണ്. ഓവറാക്കലിൻ്റെ ആശാമാനായിട്ട് ഞങ്ങൾ കുറച്ചൊരു വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് തള്ളും മുടക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ അതാ ജെയിംസേച്ചിനെ കണ്ട് ജെയിംസേച്ചി കുറച്ചൊരു വർത്തമാനം പറഞ്ഞു. ചേച്ചിക്ക് ഭയങ്കര തിരക്കായിരുന്നില്ല, എന്നാലും ഞങ്ങളുടെ കൂടെ കുറച്ചും കൂടി അവരോടൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോഴേക്കും വീടൊക്കെ ഒന്നുണ്ട്. വീടൊക്കെ എന്തായാലും സൂപ്പറാണ് കേട്ടോ. പ്ലാനൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വേസ്റ്റ് കൂടി അതിലേക്ക് വീടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ശ്രുതി പറയുകയാണേ, എന്നിട്ട് വേണം നിനക്കത് കണ്ടൻറ് ആക്കാനേന്ന്. ആ പറഞ്ഞ് ചിരിച്ചുകൊണ്ടുള്ള വരവാണ് ആ കാണുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒറ്റ നിര കിട്ടി. ഞങ്ങൾ നിരനിരയായിട്ട് അങ്ങോട്ട് ഇരുന്നു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം ബിരിയാണി ആയിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു കടിച്ചു പറിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും ഒരുങ്ങി കെട്ടി വന്നത്. ഭക്ഷണം കഴിച്ച് ദഹിക്കാൻ വേണ്ടി വീണ്ടും മുകളിലോട്ട് കയറി. അപ്പോഴേക്കും ഇത് 5 മുടിയൊക്കെ കഴിച്ചിട്ട് തുള്ളാൻ തുടങ്ങി. കെട്ടി വെക്കിട്ട് നിൻ്റെ മുടി എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവൾ കെട്ടിവെച്ചു. താഴോട്ട് ഞങ്ങൾ ഇറങ്ങി യാത്ര പറഞ്ഞു. ശരി കേട്ടോ, ഞങ്ങൾക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി. ഈ വീടിൻ്റെ നാദാന രീതിയിൽ ഓമനിച്ച് ഭയങ്കര കൈവീശല്. ജിൻസേച്ചും കൂടി വന്ന് ടാറ്റ പറഞ്ഞപ്പോൾ ശുഭം. ഞങ്ങൾ തിരിച്ചു പോന്നു.